ഹായ്, ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് കിങ്ഡം സിനിമയെ കുറിച്ചാണ്. വിജയ് ദേവരകൊണ്ടയുടെ പുതിയ സിനിമയാണ് കിങ്ഡം. ആ സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ തുടക്കം 1920-ലാണ്. ശ്രീകുളം തീരപ്രദേശത്ത് അവിടുത്തെ ഗോത്രവർഗക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ വന്നിരിക്കുകയാണ്. അപ്പോ ഈ പട്ടാളക്കാരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ഗോത്രവർഗക്കാരെ എല്ലാം നശിപ്പിക്കുക, അവരുടെ സമ്പാദ്യമെല്ലാം എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു ഈ പട്ടാളക്കാരുടെ ലക്ഷ്യം. പക്ഷേ അതിനെ എതിരെ പൊരുതാൻ വേണ്ടിയിട്ട് അവിടെ ഒരു രക്ഷകൻ ഉണ്ടായിരുന്നു. ആ രക്ഷകൻ ഇവരെല്ലാവരെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ അവിടെയുള്ള പല ഗോത്രക്കാരും പട്ടാളക്കാരും മരണപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ രക്ഷകനും മരണപ്പെടുകയാണ്. പക്ഷേ ആ രക്ഷകൻ മരിക്കുന്നതിന് മുന്നേ അവിടെയുള്ള ബാക്കി ആൾക്കാരെ രക്ഷപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഗോത്രവർഗക്കാരെ രക്ഷിക്കാൻ വന്ന രക്ഷകനും മരണപ്പെടുന്നത്. ആ ഒരു മരണപ്പെടുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള ഒരു ഗോത്രവർഗക്കാരിലുള്ള ഒരു കൊച്ചിന് നമ്മുടെ ഈ രക്ഷകൻ പറയുന്നുണ്ട്, ഇനി ഇതുപോലെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരികയാണെങ്കിൽ അവന്റെ തലയിൽ ഈ ഒരു കിരീടം നിങ്ങൾ അണിയിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു നീണ്ട വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു 70 വർഷങ്ങൾക്ക് ശേഷം 1991 രണ്ടാമത് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ചേട്ടൻ, ആ ചേട്ടനെ മിസ്സായിട്ട് ഒരു 10-20-28 വർഷത്തോളമായിട്ടുണ്ട്. ആ ചേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കഥാനായകൻ സൂര്യ, നമ്മുടെ സൂര്യയുടെ സുഹൃത്തായ ഒരു കോൺസ്റ്റബിളിന്റെ അടുത്തോട്ട് വരുന്നത്. അവിടെ വന്ന് അവനോട് ഇങ്ങനെ ഒരു സഹായം വേണമെന്ന് പറയുകയും അവൻ ആ സഹായത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു സാറിനെ കൊണ്ട് കാണിക്കുകയും, അതായത് ഇവന്റെ കയ്യിൽ ചേട്ടനായിട്ട് പഴയ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ചേട്ടന്റെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ആ ഒരു സഹായം ചോദിക്കുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു വൃദ്ധനെ കണ്ടുമുട്ടുന്നുണ്ട്. ആ വൃദ്ധനെ കണ്ടുമുട്ടി വൃദ്ധൻ നമ്മുടെ സൂര്യയോട് പറയുന്നുണ്ട്, എന്റെ മകനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നായിരുന്നു, അവര് കേസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിലടക്ക് ഈ വൃദ്ധനെ അവിടെയുള്ള പോലീസുകാരെല്ലാം അടിക്കുകയാണ്. അപ്പോ ഇവൻ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആ ഒരു സംഭവത്തെ എന്താണ് ചോദിച്ചപ്പോ അവന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പയ്യനെ നക്സലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, FIR ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അവനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനാണ് പ്ലാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനക്കത് അത്ര ഒരു ഇതായി തോന്നിയില്ല. അവൻ അവിടുന്ന് ആ ഒരു പയ്യനെ രക്ഷപ്പെടുത്തുകയും ഈ വൃദ്ധനെ തല്ലിയായിരുന്ന മേലുദ്യോഗസ്ഥനെ ഇവൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം ഇവന്റെ സ്റ്റേഷനിലുള്ള പോലീസുകാർ അറിയുകയും ഇവൻ വീട്ടിലോട്ട് വരണങ്കാട്ടി മുന്നേ ഇവന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭാഷണം പിന്നീട് പിറ്റേ ദിവസത്തേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം ഇവൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ അയാളെക്കാളും മേലുദ്യോഗസ്ഥൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവൻ അവരുടെ വായെല്ലാം അടച്ചു മൂടാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ചെയ്തു എല്ലാം കൂടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവനെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തു, കേസില്ലാതെ ഡിസ്മിസ് ചെയ്യണം. അങ്ങനെ അവൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അവനൊരു മേലുദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു സഹായം നീ ചെയ്യണം, നിന്നെ കൊണ്ടാണ് അത് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഇവൻ ആദ്യം അതിനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നിനക്ക് നിന്റെ ചേട്ടനെ തിരികെ കിട്ടണമെങ്കിൽ നീ ആ ഒരു സഹായം ചെയ്തെങ്കിലാണ് അത് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവന്റെ ചേട്ടന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു അനിയനാണ്. അപ്പോ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല്, ഇവന്റെ ചേട്ടനാണ് ഇവൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ഗ്യാങ്ങിലെ ലീഡർ. അപ്പോ അവനെ അതിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യാം. പക്ഷെ അതിൽ വേറൊരു കളി കൂടി ഉണ്ട്. അവിടെയുള്ള ഗാങ്സ്റ്റാർസിനെ എല്ലാം നശിപ്പിക്കുക, അവർ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി മറ്റേ ഓഫീസർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ചെല്ലുന്നത് മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ചേട്ടനെ കാണുക, ഇവന്റെ ചേട്ടനെ കണ്ടെത്തുക, തിരിച്ചു വീട്ടിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമ്മുടെ സൂര്യക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവന്റെ ഓഫീസറുമായിട്ട് പോകുന്നു നമ്മുടെ ചേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് അവന്റെ ഗ്യാങ്ങിലോട്ട് പോകേണ്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു അവസരത്തിൽ ഇവന്റെ ചേട്ടനെ ശിവ എന്നാണ് ഇവന്റെ ചേട്ടന്റെ പേര്, ചേട്ടനെ കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ശിവ കിടക്കുന്ന ജയിലിലോട്ട് ഇവനെയും കൊണ്ടു ആക്കുകയാണ്. അവിടെ ചെന്ന് ശിവയുടെ ഗ്യാങ്ങുമായിട്ട് ഒരു ഫൈറ്റ് നടത്തുന്നു. അതിനുശേഷം ചേട്ടനുമായിട്ടൊരു ഫൈറ്റ് നടത്തുന്നു. ആ ഫൈറ്റിലിടക്ക് ശിവ നമ്മുടെ സൂര്യയെ കുത്തുന്നുണ്ട്. ആ കുത്ത് കിട്ടി കഴിഞ്ഞതിന് ശേഷം സൂര്യ പറയുന്ന ഒരു ഡയലോഗിൽ അത് അവന്റെ അനിയനാണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ചേട്ടനും അനിയനും തമ്മിലുള്ള ആ ബോണ്ട് നമുക്ക് വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇവന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അമ്മ മരിച്ചുപോയി എന്നൊക്കെ നമ്മുടെ സൂര്യ പറയുന്നു. ഇനി എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ ശിവ പറയും, ഇനി എന്റെ കൂടെ പോന്നോളൂ, എന്റെ ഗ്രാമത്തിലോട്ട് പോന്നോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവന്റെ ഗ്രാമത്തിലോട്ട് പോവാൻ അത് തന്നെയായിരുന്നു ഇവരുടെയും ലക്ഷ്യം. അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ അവർക്ക് സഹായിയായിട്ട് ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുമായിട്ട് ഇവൻ പരിചയപ്പെടുന്നുണ്ട്. അവൻ ചെന്ന ആ ഒരു സമയം തന്നെ ആ ഡോക്ടറെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ എത്തി ആ ഗ്രാമത്തിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അതിലിടക്ക് അവിടുത്തെ ആ ഒരു ഗ്രാമത്തിലെ ഏറ്റവും വലിയ തലവനാണ് ഒടിയപ്പൻ.
ഒടിയപ്പന്റെ ഒരു മകനുണ്ട് മുരുകൻ, ഇളയ മകൻ മുരുകൻ. അങ്ങനെ മുരുകനാണ് അവിടുത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതായത് അവിടെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്, അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ മുരുകപ്പനാണ്. മുരുകപ്പനാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെ ഇവനും അവിടെ എത്തി ഇവന്റെ കൂടെ ശിവയുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാണ്, അവരുടെ കാര്യങ്ങളിലൂടെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു വട്ടം ഇവരെല്ലാം കൂടിയിട്ട് സ്വർണം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രീലങ്കൻ നേവി ഇവരെ വളയുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് ഇവരെ കയ്യിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെട്ടത് ആരോ ഒറ്റ കൊടുത്തിട്ടാണെന്നുള്ളത് മുരുകപ്പൻ മനസ്സിലായി. മുരുകപ്പൻ അവിടെയുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരനെ ഇടിച്ചു കൊല്ലുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരോട് ഇവൻ പറയുന്നുണ്ട് ആ സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇവനും ഇവന്റെ ഗ്യാങ് എല്ലാവരും കൂടിയിട്ട് ആ സ്വർണം നേവിയിൽ നിന്നും അടിച്ചു മാറ്റിയിട്ട് ഇവനക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൊണ്ടുകൊടുത്തതിന് ശേഷം ഒടിയപ്പന് നമ്മുടെ സൂര്യയോട് കുറച്ചൊരു സിമ്പതി തോന്നുന്നുണ്ട്. നമ്മുടെ സ്വന്തം മകനായിട്ടുള്ള മുരുകപ്പനോട് ചെറിയൊരു വൈരാഗ്യം പോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വീണ്ടും ഒരു സംഭവം വരുന്നതിലിടക്ക് നമ്മുടെ ശിവക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനൊരു പോലീസ് ഓഫീസർ ആണെന്നുള്ളതും എന്തിനാണ് വന്നത് എന്നുള്ളതും നമ്മുടെ ശിവക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഒരു ഒറ്റുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന സംഭവം എനിക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നും കൂടി ഉണ്ട് നമ്മുടെ ഈ ഗോത്രവർഗത്തിലുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെ എല്ലാറ്റിനും ഒടുവിലായിട്ട് ഈ ഒരു സംഭവം, അതായത് ഇവനക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ചേട്ടൻ അതായത് ശിവനെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോവുക, ഈ ഗ്രാമത്തിൽ നിന്നും ഇവന്റെ നാട്ടിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സൂര്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു സഹായം കൂടി ചെയ്തു കൊടുക്കാം എന്നുള്ളത് മാത്രമായിരുന്നു ഇവന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരുവിധം നമ്മുടെ മുരുകപ്പൻ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ മുരുകപ്പൻ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഒടിയനോട് പറയുന്നുണ്ടെങ്കിലും ഒടിയൻ അതൊന്നും വല്ല കാര്യമാക്കി എടുക്കുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ നൈസായിട്ട് സ്വന്തം അപ്പനെ തന്നെ അവൻ തീർക്കുകയാണ്. അങ്ങനെ അവൻ തീർത്തതിന് ശേഷം അവിടുത്തെ ആ ഒരു അപ്പന്റെ സ്ഥാനമായിട്ട് അപ്പന്റെ ആ ഒരു ഗ്യാങ് ലീഡർ എന്നുള്ള സ്ഥാനം നമ്മുടെ മുരുകപ്പൻ ഏറ്റെടുക്കുകയും അവിടെയുള്ള മറ്റു ഗോത്രവർഗ്ഗക്കാരെ എല്ലാം ഈ ഒരു അപ്പം മരിച്ചത് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഈ ശിവനെ ആക്രമിക്കുകയും ശിവന്റെ കൂട്ടാളികളെയും എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശിവ അവിടെ നിന്നും ഇവിടെ എല്ലാവരെയും കുറച്ച് ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ശിവയും ശിവയുടെ കുടുംബവും കുറച്ച് ഗോത്രവർഗ്ഗക്കാരും എല്ലാം മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൂര്യ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി ചേട്ടനുമായിട്ടൊന്ന് വഴക്കിട്ടതിന് ശേഷം ആ ഒരു ടെൻഷനിൽ മദ്യപിച്ചൊരു ഭാഗത്ത് കിടക്കുകയായിരിക്കും. അങ്ങനെ ഇവൻ എന്തോ ഒരു പ്രശ്നം അറിഞ്ഞോ അറിയാതെയോ ഇവൻ വീണ്ടും നമ്മുടെ ശിവനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് കാണുന്നത് ശിവയും അവന്റെ ഫാമിലിയും എല്ലാം മരിച്ചു കിടക്കുന്നത്. ആ കൊച്ചു മാത്രമേ ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവന്റെ സിരികളിൽ ഉദിച്ചുയരുന്ന ഒരു സംഭവം, അതായത് 1920 ഉണ്ടായിരുന്ന ഒരു രക്ഷകൻ, ആ രക്ഷകന്റെ സിരകളിൽ എന്തായിരുന്നോ അതേ സെയിം ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ സൂര്യയുടെ സിരകളിലും വരുന്നത്. അങ്ങനെ അവൻ അതിന് തയ്യാറായി എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരെല്ലാം ഇവന് സഹായമായിട്ട് വരുന്നു. ഇവൻ അവിടെ പോയി മറ്റുള്ളവരെല്ലാവരെയും നശിപ്പിക്കുകയും നമ്മുടെ മുരുകനെയും എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ആ ഒരു ഗ്യാങ്ങിനെ മൊത്തം അവിടെയുള്ള മറ്റെല്ലാ ഗ്യാങ്ങിനെയും അടിച്ച് പാളിസാക്കി തീർക്കുകയാണ് നമ്മുടെ സൂര്യ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാവരും നമ്മുടെ സൂര്യയെ ഏറ്റെടുക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 1920 ഒരു രക്ഷകൻ ഉണ്ടായിരുന്നു ഇവർക്ക്. അതിനുള്ള ഒരു പ്രതിരീതി പോലെ തന്നെയായിരുന്നു നമ്മുടെ സൂര്യയുടെ ക്യാരക്ടറും പിന്നീട് വരുന്നത്. അങ്ങനെ അവരത് മനസ്സിലാക്കുന്നു. ഇവരെല്ലാവരും കൂടി അവിടുത്തെ ഒരു നേതാവായിട്ട് നമ്മുടെ സൂര്യയെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ സൂര്യ അവിടുത്തെ ഒരു നേതാവാകുകയും അവിടെയുള്ള ബാക്കി എല്ലാ ഗാങ്സ്റ്റേഴ്സിനെയും ഇവൻ തീർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒടിയപ്പന് ഒരു മൂത്ത പുത്രനുണ്ട്, അതാണ് നമ്മുടെ സേതു. അവൻ ഈ മുരുകപ്പനേക്കാളും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റിസനാണ്, അതായത് ഒരു വ്യക്തിയാണ്. അവൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ചെറിയൊരു രീതിയിൽ ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. അതായത് 1920 ആ ഗോത്രവർഗ്ഗക്കാരെ രക്ഷപ്പെടുത്തി മരണപ്പെട്ട ആ ഒരു വ്യക്തിയുടെ അതുപോലെ തന്നെയാണ് പിന്നീട് വന്ന ഈ സൂര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആയി വരുന്നത്. പക്ഷേ അത് അവൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന അവന്റെ ചേട്ടന് ഇല്ലാതാവുകയും അവന് പിന്നീട് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നതിന് ശേഷമാണ് അവൻ അതിലോട്ട് മൊത്തത്തിൽ ഇറങ്ങി വരുന്നത്. അതെല്ലാം ഒരു നിമിത്തമാണെന്നാണ് അവരെല്ലാവരും പറയുന്നത്. അത്രയും നല്ല രസമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ, കിങ്ഡം മൂവി. അതിന്റെ ഏകദേശം ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഓക്കെ, ബൈ.